MacBook A2141 ആപ്പിളിൻ്റെ 16-inch സീരീസിലെ ഫസ്റ്റ് മാക്ബുക്ക് പ്രോ ആണ് A2141 എന്ന് പറയുന്നത്. അതിൻ്റെ കോമൺ കംപ്ലൈൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഷിജു കോശി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആപ്പിള് ഫസ്റ്റ് റിലീസ് ചെയ്ത 16-inch സീരീസിൽ ഫസ്റ്റ് റിലീസ് ചെയ്ത മോഡലാണ് A2141 എന്ന് പറയുന്ന മോഡൽ. ഇത് പെർഫോമൻസ് വൈസ് വലിയ കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് ഉള്ള എഡിറ്റിങ്ങിനൊക്കെ പറ്റുന്ന ഒരു മികച്ച മാക്ബുക്ക് തന്നെയാണ്. പക്ഷേ ഇതിന് കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള കോമൺ ഇഷ്യൂസ് ഉള്ള ഒരു മോഡലും കൂടിയാണ്. ഇതിൻ്റെ കോമൺ ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ലാപ്ടോപ്പ് ഡെഡ് ആവും. ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാക്ബുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയും ഹാർഡ് ഡിസ്ക് ഫെയിലാണ്. മാക്ബുക്ക് പുതുതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള 2016 ശേഷമൊക്കെ വന്നിട്ടുള്ള പുതുതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ടച്ച് ബാർ, എസ്പെഷ്യലി ടച്ച് ബാറൊക്കെ ഉള്ള ഒരു മോഡലുകളിലും റിമൂവൽ ടൈപ്പ് ഹാർഡ് ഡ്രൈവ് യൂസ് ചെയ്യുന്നില്ല. എല്ലാത്തിലും തന്നെ ഇൻറ്റഗ്രേറ്റഡ് മദർ ബോർഡിൽ അറ്റാച്ച് ചെയ്ത് വരുന്ന ഇൻറ്റഗ്രേറ്റഡ് സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തോ നമ്മുടെ ഡേറ്റാസൊക്കെ ലാപ്ടോപ്പിൽ ഉള്ള സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഹാർഡ് ഡിസ്ക് ഫെയിലിയർ ആവുന്ന ഒരു പ്രോബ്ലമാണ് ഇതിനുള്ളത്. പലപ്പോഴും ഞങ്ങളുടെ സർവീസ് സെൻറ്ററിൽ ഇതേപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള അവരുടെ കോൺഫിഡൻഷ്യൽ ഡാറ്റയൊക്കെ ഉള്ള പലപ്പോഴും മാക്ബുക്ക് ഇതേപോലെ ഹാർഡ് ഡിസ്ക് ഫെയിലായിട്ട് 2141 വന്നിട്ടുണ്ട്. മാക്ബുക്ക് 2141 ഹാർഡ് ഡിസ്ക് ഫെയിലായി കഴിഞ്ഞാൽ ഡാറ്റ റീഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഹാർഡ് ഡിസ്കിൻ്റെ സപ്ലൈ ഫെയിലായിട്ട് ഹാർഡ് ഡിസ്ക് ചിപ്പ് ബേണായി പോകുന്ന കംപ്ലൈൻ്റ് ആണ് വരുന്നത്. ആ ചിപ്പ് പിന്നീട് ഉപയോഗശൂന്യമാകുന്നതുകൊണ്ട് ആ ചിപ്പിനകത്തുനിന്ന് ഡാറ്റ റീഡ്രൈവ് ചെയ്യാൻ പാടാണ്. അങ്ങനെയുള്ള മാക്ബുക്കുകൾ റിപ്പയറിങ് സാധ്യമാണോ എന്ന് ഉള്ളതാണ് ഈ വീഡിയോ. ഇൻറ്റഗ്രേറ്റഡ് ഹാർഡ് ഡ്രൈവ് വരുന്ന മാക്ബുക്കുകളുടെ ഹാർഡ് ഡ്രൈവ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പാസ് ചെയ്യുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ഹാർഡ് ഡ്രൈവ് ഉള്ള മാക്ബുക്കുകളിൽ എപ്പോഴും നമ്മൾ 100% വിശ്വസിച്ച് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. പഴയ മോഡൽ റിമൂവൽ ടൈപ്പ് ഹാർഡ് ഡ്രൈവ് ഉള്ള അല്ലെങ്കിൽ PCS സ്ലോട്ടിൽ ഹാർഡ് ഡ്രൈവ് അറ്റാച്ച് ചെയ്ത് വരുന്ന ടൈപ്പ് മാക്ബുക്കുകളിലായിരുന്നുവെങ്കിൽ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ മദർ ബോർഡ് ഫെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ മദർ ബോർഡ് മാറ്റിയിട്ടിട്ട് ഡാറ്റ റീഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഹാർഡ് ഡ്രൈവ് സെപ്പറേറ്റ് ആയതുകൊണ്ട്. പുതിയ മോഡലിൽ അങ്ങനെയല്ല, മദർ ബോർഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്, ചിപ്പാണ് വരുന്നത്. അപ്പോൾ ഹാർഡ് ഡ്രൈവ് ഫെയിലായി കഴിഞ്ഞാൽ ഡാറ്റ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പലർക്കും ഇതേപോലെ ഡാറ്റ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പുതിയ മോഡൽ ഇൻറ്റഗ്രേറ്റഡ് ഹാർഡ് ഡ്രൈവ് വരുന്ന മാക്ബുക്കുകൾ നമുക്ക് റിപ്പയർ ചെയ്ത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ മാക്ബുക്ക് നമുക്ക് തിരിച്ച് വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഡാറ്റ റീഡ്രൈവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ മോഡൽ മാക്ബുക്ക് 1 TB ഒക്കെ മേടിച്ചിട്ട് ആൾക്കാർ അവരുടെ ഡാറ്റകളെല്ലാം കൂടി അതിൽ കോപ്പി ചെയ്ത് വെച്ചുകൊണ്ട് സേഫ് ആണെന്നുള്ള വിചാരത്തിൽ നടക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം ഡാറ്റ ഏത് സമയവും നഷ്ടപ്പെടാം. ഇൻ കേസ് ഒരു സോഫ്റ്റ്വെയർ ക്രാഷ് വന്നാൽ പോലും ചിലപ്പോൾ ഡാറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മാക്ബുക്കിൻ്റെ പുതിയ മോഡലുകളിൽ ഡാറ്റ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് ഡ്രൈവ് സൈസ് കൂടിയ മാക്ബുക്ക് വാങ്ങിച്ച് അതിൽ ഡാറ്റ കോപ്പി ചെയ്ത് വേറെ ബാക്കപ്പ് ഇല്ലാതെ കൊണ്ടു നടക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഡാറ്റ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഹാർഡ് ഡ്രൈവ് ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മാക്ബുക്കിൻ്റെ പുതിയ മോഡലുകൾ, ഏതെങ്കിലും മാക്ബുക്കിൻ്റെ ഇവൻ്റെ M1 ആയാലും അതേപോലെ ഇൻറ്റൽ T2 മോഡലായാലും ഏത് മോഡലായാലും തന്നെ ഹാർഡ് ഡ്രൈവ് ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഹാർഡ് ഡ്രൈവിൻ്റെ അവൈലബിലിറ്റി വളരെ പരിമിതമാണ്. എന്നാൽ പോലും നമുക്ക് ഓർഡർ ചെയ്ത് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് സംഘടിപ്പിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് 2141 എന്ന് പറയുന്ന മോഡലാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 1 TB വേർഷനാണ്. ഈ 1 TB വേർഷൻ ഇതിപ്പോൾ ഹാർഡ് ഡ്രൈവ് ഫെയിലായിട്ട് ഞങ്ങളിതിപ്പോൾ ഹാർഡ് ഡ്രൈവ് റീപ്ലേസ് ചെയ്ത് റിപ്പയർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഹാർഡ് ഡ്രൈവ് എവിടെയാണ് ഉള്ളത്, അത് മാറ്റുന്ന സാധനങ്ങൾ എങ്ങനെയാണ് മാറ്റിയിട്ടതിനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് മാക്ബുക്ക് 2141 മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇതിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് 1 TB 512 അങ്ങനെ പല വേർഷനിൽ ഇത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ 1 TB വേർഷനാണ്. 1 TB വേർഷനാണെങ്കിൽ ഏകദേശം 4/6 ചിപ്പാണ് ഈ ഹാർഡ് ഡ്രൈവ് ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊന്ന്, അതിനുശേഷം ഇവിടെ 2, 3 ഇതേപോലെ തന്നെ 3 ഇതിന് അടിഭാഗത്തുമുണ്ട്, ഈ മദർ ബോർഡിൻ്റെ അടിഭാഗത്തായിട്ടുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ ഞാൻ കംപ്ലൈൻ്റ് ആയിട്ട് ഇത് റീപ്ലേസ് ചെയ്തിട്ടുള്ള ചിപ്പാണ്. ഇതിനകത്ത് ഇതിൻ്റെ ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ തരത്തിലുള്ള ചിപ്പാണ് ഹാർഡ് ഡ്രൈവായിട്ട് വരുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ കംപ്ലൈൻ്റ് ആയിട്ട് ഇത് ഈ ചിപ്പ് ഹാർഡ് ഡ്രൈവ് റീപ്ലേസ് ചെയ്തതാണ്. ഇത് റീപ്ലേസ് ചെയ്യുന്ന ചിപ്പാണ്. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻ്റ് ആവുന്ന പുതിയ മോഡൽ ഹാർഡ് ഡ്രൈവ് കംപ്ലൈൻ്റ് ആവുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്ത് ശരിയാക്കാവുന്നതാണ്. പക്ഷേ ഹാർഡ് ഡ്രൈവ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഡാറ്റ റീഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഡാറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. വളരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇതിൻ്റെ ഹാർഡ് ഡ്രൈവ് ഫെയിൽ ആവുന്നത്. ഒരു സോഫ്റ്റ്വെയർ ക്രാഷ് ആയാൽ പോലും പുതിയ മാക്ബുക്കിൽ ഹാർഡ് ഡ്രൈവ് ഡാറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ടൈപ്പ് മാക്ബുക്ക് ഉപയോഗിക്കുന്നവർ ഡാറ്റ ബാക്കപ്പ് ചെയ്യുകയോ ടൈം മെഷീൻ ബാക്കപ്പ് സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ 1 GB ആണിത്. ഇതിപ്പോൾ 512 GB വേർഷനിൽ വരുന്ന ഒരു 2141 മദർ ബോർഡാണ്. അപ്പോൾ ഇതിലും ഹാർഡ് ഡിസ്ക് ഫെയിലായിട്ട് ഇപ്പം റീപ്ലേസ് ചെയ്ത് ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ള മദർ ബോർഡാണ്. ഇത് 16 ഇഞ്ച് 2 മാക്ബുക്കാണ്. ഇത് 1 GB, ഇത് 512 GB. ഇത് രണ്ടും തന്നെ ഹാർഡ് ഡിസ്ക് ഫെയിലായിട്ട് പുതിയ ഹാർഡ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഹാർഡ് ഡ്രൈവ് ഫെയിലായി കഴിഞ്ഞാൽ ഈ മാക്ബുക്ക് പിന്നെ ഓൺ ആവില്ല. പുതിയ ഹാർഡ് ഡ്രൈവ് ഇട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്താൽ മാത്രമേ ഇത് ലാപ്ടോപ്പ് പിന്നെ ഓണായി വരുള്ളൂ. ഇതിപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഓണായിട്ടേ ഉള്ളൂ. ഇതിൽ സോഫ്റ്റ്വെയർ ചെയ്യണം. ഈ 2141 ആദ്യ സമയങ്ങളിൽ ഹാർഡ് ഡ്രൈവ് കംപ്ലൈൻ്റ് ആയിട്ട് ഒരുപാട് മാക്ബുക്ക് അന്ന് റിപ്പയർ ചെയ്യാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം ഹാർഡ് ഡ്രൈവിൻ്റെ അവൈലബിലിറ്റി വളരെ പരിമിതമായിരുന്നു. ഇപ്പോഴും അവൈലബിലിറ്റി പരിമിതമാണ്. എന്നാലും നമുക്കൊരു പരിധി വരെയൊക്കെ ഹാർഡ് ഡ്രൈവ് അറേഞ്ച് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാലും അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.